കൊടി കണ്ടിട്ട് തെറ്റിയിരിക്കണ്ട. ജനസാഗരാണ് ഇവിടെ, ജനസാഗരം. ഇത് ആവേശത്തിന്റെ പൂരക്കാഴ്ച. ഇത് പട്ടാമ്പി നീർച്ച. പൈതൃകത്തിന്റെ പെരുമയും ആനച്ചന്തത്തിന്റെ പ്രൗഢിയും ജനസാഗരത്തിന്റെ ഇരമ്പിലും ഒത്തുചേരുന്ന മലബാറിന്റെ സ്വന്തം ആഘോഷം. ആനനിരകളും മേളപ്പൊരുക്കവും കൊണ്ട് പട്ടാമ്പി ഇന്ന് ഒരു ഉത്സവക്കടലായി മാറുകയാണ്. മലബാറിന്റെ മണ്ണിലെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു വിളംബരം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള പട്ടാമ്പി പള്ളി നീർച്ച ഇതാ വീണ്ടും വന്നെത്തിയിരിക്കുന്നു. നാടും നഗരവും ഒരുപോലെ ഒഴുകിയെത്തുന്ന ഈ ആഘോഷ കാഴ്ചകൾ, പട്ടാമ്പിയിലെ ആവേശം, ആനച്ചന്തത്തിന്റെ ആഘോഷം, ഹൃദയം നിറക്കാൻ ഇതിലും വലിയൊരു കാഴ്ച വേറെയില്ല. ഇതാണ് പട്ടാമ്പി നീർച്ച. ഇത് ആവേശത്തിന്റെ അലകടൽ. ഇത് പട്ടാമ്പി നീർച്ച. പൈതൃകത്തിന്റെ പെരുമയും ആനച്ചന്തത്തിന്റെ പ്രൗഢിയും ജനസാഗരത്തിന്റെ ഇരമ്പലും ഒത്തുചേരുന്ന മലബാറിന്റെ സ്വന്തം ആഘോഷം. അതിന്റെ ഇടയ്ക്ക് എന്താ ഇവിടെ തിരക്ക്? ആൾക്കാരൊക്കെ സെൽഫി എന്തൊക്കെ എടുക്കുന്നുണ്ട്. ആരാന്ന് നോക്കിയതാ. നോക്കുമ്പോൾ നമ്മളെ മൂസിനാണ് സ്ഥാനാർത്ഥി. അപ്പം നമ്മൾ നോക്കി കിട്ടില്ല. ഞാൻ ചെക്കന്മാരോട് പറഞ്ഞു, ഞാൻ പോയിട്ടൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ വീഡിയോ എടുക്കുന്ന പറഞ്ഞു. ഒരാളെ കയ്യിൽ ഫോൺ കൊടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ ഞാൻ എവിടെ, മൂസിനെവിടെ? ഓൻ ഇക്കൊല്ലത്തെ അവാർഡ് കൊടുക്കണം. ഇക്കൊല്ലത്തെ ഏറ്റവും നല്ല ക്യാമറമാനുള്ള അവാർഡ് ഇത് എടുത്തോന് കൊടുക്കണം. കാരണം ഞങ്ങൾ രണ്ടാളും പൊട്ടിട്ടില്ല. പട്ടാമ്പി ഇന്നൊരു ഉത്സവക്കടലായി മാറുകയാണ്. മേളപ്പൊരുക്കവും വർണ്ണക്കാഴ്ചകളുമായി ഈ വർഷത്തെ ആഘോഷങ്ങൾ പൊടിപൊടിച്ചു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മനുഷ്യ മനസ്സുകൾ ഒന്നാകുന്ന നിമിഷം. പട്ടാമ്പിയിലെ സ്നേഹക്കടൽ. പട്ടാമ്പി നീർച്ചയുടെ വർണ്ണക്കാഴ്ചകളുമായി. അപ്പോൾ വീണ്ടും കാണാം അടുത്ത കാഴ്ചകളുമായി.